അതെ, വളരെയധികം ആശ്വാസകരമാണ്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ വളരെ വലുതായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന ഇത് ഈ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആര് എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല. ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഇപ്പം ആ റവന്യൂ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമസ്കാരം. 2024 സെപ്റ്റംബർ 17 കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി തരിച്ചു നിന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിന്റെ എല്ലാ ജനവിഭാഗം ആളുകളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ദിവസം തന്നെയായിരുന്നു 2024 സെപ്റ്റംബർ 17. അന്നാണ് മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടത്, അഥവാ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇന്നും അകന്നിട്ടില്ല. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ ഉള്ളത് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോഴും പറയുന്നത്. 2024 സെപ്റ്റംബർ 17 നിറഞ്ഞൊഴുകിയ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും കുടുംബത്തിന്റെയും കണ്ണുനീർ ഇന്നും കേരളത്തിൽ നിന്നും ഒഴിവായിട്ടില്ല. അല്ലെങ്കിൽ ആ കണ്ണുനീരിൽ ഇന്നും കേരളം ദുഃഖത്തിൽ ത്രസിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും 2 പെൺമക്കളും കരഞ്ഞൊഴുകിയ ആ കണ്ണുനീരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധികാര സിംഹാസനം ഒഴുകി പോകുന്ന കാഴ്ച 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നാം കണ്ടു. മാത്രമല്ല, നവീൻ ബാബുവിന്റെ 2 പെൺമക്കൾ ഉൾപ്പെടെ ആ കുടുംബത്തിന്റെ കണ്ണുനീർ ഇന്ന് അതേ അളവിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യ കമലാ വിജയനും അനുഭവിക്കുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, അഥവാ അവർ കണ്ണുകൾ നിറയാതെ കരയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ED റെയ്ഡിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉണ്ടായ, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വാടക വീട്ടിലുണ്ടായ ED റെയ്ഡ് 8.5 മണിക്കൂർ നേരം നീണ്ടു നിന്നപ്പോൾ ഒരു മകൾ മൂലം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും കമലാ വിജയനും വാവിട്ട് കരയുന്ന അവസ്ഥയിലേക്ക്, അഥവാ നിശബ്ദരായി കരയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എത്തുന്ന കാര്യം നമ്മൾ കേരളീയരെല്ലാവരും അതീവ ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ടതാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള പാഠത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായിരുന്നു, ഉദാഹരണമായിരുന്നു അന്ന് ED റെയ്ഡിലും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ അപ്രമാദിത്വം എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് 8.5 മണിക്കൂർ നേരം പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതും പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും അവിടെ നിന്ന് അവരുടെ ഫോൺ അടക്കമുള്ള വിശദമായ രേഖകളെല്ലാം തെളിവുകളെല്ലാം കണ്ടെത്തിക്കൊണ്ടു പോയതും. ഇത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കണ്ണീരിന്റെ ശാപഫലം തന്നെയാണ് എന്ന് കേരളം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നുമായിട്ടില്ല. നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണത്തിൽ യാതൊരു തരത്തിലുള്ള സർക്കാർ തല അന്വേഷണവും തൃപ്തികരമായി നടത്താതെ, അഥവാ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാതെ ആ കുടുംബത്തെ പോലും അനാഥമാക്കുന്ന രീതിയിൽ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ ഇടപെടൽ മൂലം തന്നെയാണ് സർക്കാരിൽ ഏറ്റവും കറകളഞ്ഞ അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥൻ എന്ന് പേരുണ്ടായിരുന്ന പിണറായി വിജയൻ തന്നെ ഒരു വേള ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ റവന്യൂ വകുപ്പിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം ഇതിൽ കൃത്യമായി തന്നെ CPMന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി വിജയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ധാർഷ്ട്യത്തിന്റെ പെൺരൂപമായിരുന്ന PP ദിവ്യയായിരുന്നു നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്, അഥവാ അവർ തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മുതൽ ഭാരതത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ വരെ നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി കിട്ടണം, ഈ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കണം, അതിന് CBI അന്വേഷണം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഹർജിയുമായി പോയെങ്കിലും സുപ്രീം കോടതി വരെ ആ ഹർജി തള്ളുന്നതാണ് കണ്ടത്. അതിന് കാരണം കണ്ണൂർ അഡീഷണൽ സെഷൻസ് കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ പ്രതി കൊടുത്തിരുന്ന ആ റിപ്പോർട്ടുകൾ തന്നെയാണ്. PP ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന അരുൺ വിജയനുമെല്ലാം ചേർന്ന ഒരു കോക്കസിന്റെ പ്രയത്നഫലമായ, അല്ലെങ്കിൽ അവരുടെ ചില കള്ളത്തരങ്ങളുടെ ഫലമായി തന്നെയാണ് ADM നവീൻ ബാബു ദുരൂഹമായി മരിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ PP ദിവ്യയും അന്ന് കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന അരുൺ വിജയനും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ ഹാജരാക്കുന്നതിനോ അത് കണ്ടെത്തുന്നതിനോ SITക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരത് ബോധപൂർവം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്.
മാത്രമല്ല നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികളിൽ ഒരാൾ എന്ന് പറയുന്ന പെട്രോൾ പമ്പ് NOC കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ നൽകിയ പരാതിയിന്മേൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതായിരുന്നു പരാതി. എന്നാൽ ഈ പെട്രോൾ പമ്പ് ഉടമയായ TV പ്രശാന്തനും PP ദിവ്യയും തമ്മിൽ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്ന റെക്കോർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ CDR ഒരു കാരണവശാലും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ അവർ ആ റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ചിട്ടില്ല. തന്നെയുമല്ല, ഇതിൽ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറയാവുന്നത് ഒരിക്കലും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ശമ്പളക്കാരനായിരുന്ന പ്രശാന്തിനെ പോലുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരാൾക്ക് 2 മുതൽ 5 കോടി രൂപ മുതൽ മുടക്കിൽ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങാൻ ഒരു കാരണവശാലും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിന്റെ മുന്നിൽ NOCക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന പെട്രോൾ ബങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡീഡിൽ ഒരാൾ പ്രശാന്തിനും മറ്റൊരാൾ വേറൊരു കക്ഷിയുമായിരുന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് ശേഷം ഈ NOCക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ പെട്രോൾ പമ്പിന്റെ ഡീഡ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു റവന്യൂ വകുപ്പിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ ഡീഡിൽ പറയുന്ന പേരുകാരി PP ദിവ്യയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളം സംശയത്തോടു കൂടി വീക്ഷിക്കുന്നത്. അത് മനഃപൂർവ്വം തെളിവുകൾ മുക്കുന്നതിനുള്ള ഭാഗമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആരെയോ സ്വാധീനിച്ച് അത് സർക്കാർ മാറ്റിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഭാഷ്യം. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരായ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ ADM നവീൻ ബാബുവിനോട് പോലും നവീൻ ബാബുവിന്റെ കുടുംബത്തിനോട് പോലും ഇത്രത്തോളം ക്രൂരമായ രീതിയിൽ പെരുമാറാൻ പിണറായി വിജയന്റെ സർക്കാരിനും സാധിച്ചുവെങ്കിൽ അന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ഒഴുക്കിയ കണ്ണീരിന്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ തലമുതിർന്ന നേതാക്കളെ വെട്ടിലാക്കിക്കൊണ്ട് ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ ED അന്വേഷണം വരുന്നതും പിണറായി വിജയന്റെ മകൾക്ക് നേരെ ED റെയ്ഡ് നടത്തിയതും ആ റെയ്ഡിൽ പിണറായി വിജയനും കമലാ വിജയനും എല്ലാം വാവിട്ട് കണ്ണീരില്ലാതെ നിലവിളിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കുടുംബത്തിന്റെ ഒരു ആവശ്യം അന്ന് പ്രതിപക്ഷത്തായിരുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം ശുപാർശ ചെയ്യണമെന്നുള്ളത്. എന്നാൽ സർക്കാർ അതിന് തുനിഞ്ഞില്ല, അതിന്റെ ആവശ്യമില്ല. SIT നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നാണ് അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ വീണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം മാറി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി രംഗം മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം, ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ അഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ആവശ്യപ്പെട്ട CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്നു എന്നുള്ളതാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന് UDF സർക്കാർ ഇപ്പോൾ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് ഇടുന്നു. ഉത്തരവ് 2 ദിവസത്തിനുള്ളിൽ ഇറങ്ങും. കുടുംബത്തിന്റെ ആവശ്യം അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ED അന്വേഷണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കേസുകൾക്ക് ഉപരി ഇപ്പോൾ പിണറായി വിജയൻ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കാൻ സാധിക്കാതെ പോയത്. കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് പറയുന്ന PP ദിവ്യയുടെ ഇടപെടൽ മൂലം തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയന്റെ ആശ്രിത വത്സലയായിരുന്ന ശിക്ഷയായി അറിയപ്പെട്ടിരുന്ന PP ദിവ്യയും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയനുമെല്ലാം CBI അന്വേഷണം വരുന്ന പക്ഷം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷിക്കുമ്പോൾ തീർച്ചയായും വലിയ വലിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തപ്പെടും. പിണറായി വിജയനും PP ദിവ്യയും അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകും എന്ന് തന്നെയാണ് ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് പഴകുളം മധു MLA ഉൾപ്പെടെ ആളുകൾ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നു. എന്തായാലും ഈ കേസിൽ CBI അന്വേഷണം വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ 2 ദിവസത്തിനകം അത് ഉത്തരവിടും. ആ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കൂനിന്മേൽ കുരുക്ക് എന്ന പോലെ ED അന്വേഷണത്തെ നേരിടുന്ന ആ അന്വേഷണത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അതുപോലെ തന്നെ PP ദിവ്യയും കുടുംബവും CPMന്റെ കണ്ണൂരിലുള്ള ലോബിയുമെല്ലാം അകത്തു പോകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ കേസിൽ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. അതെ, വളരെയധികം ആശ്വാസകരമാണ്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ വളരെ വലുതായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിലെ ഈ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആര് എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല. ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഇപ്പം ആ റവന്യൂ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്.